റഹ്മത്തുള്ള കാസിം മൂപ്പര് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ സത്യമാണോ എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. കാരണം ഇപ്പം മൂപ്പര് പറയുന്നത് ലോകാവസാനമായാൽ സ്ത്രീകൾക്ക് ലജ്ജയുണ്ടാവില്ല. ഇത്ര സത്യമാണല്ലോ ആ വാക്കുകൾ. കാരണം ഇപ്പം പറയുന്നത് മൂപ്പര് ഇതിനെ വെച്ച് വെച്ചല്ലേ, കേൾക്ക് നിങ്ങളൊന്ന് എന്താണ് സംഭവം എന്ന്. പെണ്ണുങ്ങളെ പെരേക്ക് വന്നിട്ട് പെട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് സാധനം എടുത്താൽ പിന്നെ ബാപ്പാനും മാനും പോയി കാണുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നേരെ ആരോടൊക്കെ വരിക, അമ്മായിമാനെ അച്ഛനോണ്ട് പോകുമ്പോൾ കൊണ്ടുപോകും, സ്വന്തം അവിടെ കിടന്നുണ്ടാവും, തിരിഞ്ഞു നോക്കൂല. അതിനൊരു ന്യായം പറയാം, ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഇക്കാക്കും കുറച്ച് പൈസ നയം കൊണ്ടേക്കോളാം. അമ്മായിമ്മ ആശുപത്രി കിടക്കുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന അമ്മായിമ്മൻ്റെ ആശുപത്രിയിലാണ്. ഉമ്മാൻ്റെ കാര്യത്തിലും ഉമ്മാക്കും ഗുളിക വാങ്ങിക്കണം എഴുതി വെക്കും, മറ്റൊന്നും കണക്കുണ്ട്. പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്ക് കുറെ പൈസ തരുവാ, അതൊന്നും സാരല്ല, അതൊക്കെ നമ്മൾ തമ്മിലല്ലേ. മനസ്സിലായില്ല? എന്തുകൊണ്ട്? അവന്റെ കാര്യം ഓന്റെ ലൈംഗിക വികാരം പോലെ നടക്കുന്നത്. വെള്ളം നിറച്ച് ഇത് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഷയ്ക്ക് ഒരു ബന്ധമില്ലാത്ത മുത്തുനബി. അപ്പൊ സോഴ്സ് ആരാണ്? അല്ലോ ഭാഗവതത്തിലാണെന്ന് പാപ്പയെ വായിച്ച്. ഇങ്ങനെ എത്രയെന്നറിയാം. ഹ്രസ്വകായ മഹാമാര മഹാമാര പൂജപത്യ വിദഹ്രിയ ശാശ്രു കടുക ഭാഷിണ ശല്യ മായോരു സാഹസ. പെണ്ണുങ്ങൾ കഠിനമായ ഭാഷയിലായിരിക്കും സ്ത്രീകൾ ലോകാവസാനമാകുമ്പോൾ സംസാരിക്കുക. മനസ്സിലായില്ല? സ്ത്രീകൾ ഭക്ഷണപ്രിയരായിരിക്കും ലോകാവസാനം. കിട്ടിന്റെ ബാക്കി കഴിച്ചാലാണ് ഏത് കാലത്തും ആരും പെണ്ണുങ്ങൾ. ലോകാവസാനം പെണ്ണുങ്ങൾ ഭക്ഷണപ്രിയരായിരിക്കും. നിങ്ങളോട് ഇപ്പൊ ഈ റമദാൻ വന്നിട്ട് തന്നെ നമ്മളെ പെണ്ണുങ്ങൾ കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് മന്തിയിപ്പിക്കും. നമുക്ക് മന്തിയിപ്പിക്കും. അങ്ങനെ ഉദാഹരണം പറയും. പിന്നെ അവർ ആരാണ്? അവർ കടുക ഭാഷണം, കടുക ഭാഷണ്യ ശാശ്വത കടുക ഭാഷണ്യ സ്ഥിരമായി പരുഷമായിട്ടാണ് പെണ്ണുങ്ങൾ സംസാരിക്കുക. ലജ്ജന സാധനം അവർക്കുണ്ടാവില്ല. അവർക്ക് എന്തുണ്ടാവില്ല? ലജ്ജയോ ഉണ്ടാവില്ല. ശാശ്വത കടുക ഭാഷണ്യ അവർ സ്ഥിരമായി പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവില്ല? ലജ്ജണ്ടാവില്ല. മുസ്തഫാനി പറഞ്ഞില്ലേ, ലോകാവസാനം വരിക, പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജ എടുത്തു പോയ ലോകാവസാനം വരും. ഇതന്നെയല്ലേ പറഞ്ഞത്? ഇതന്നെയല്ലേ ഇവിടെ പറഞ്ഞത്? അവർക്ക് ലജ്ജയുണ്ടാവില്ല. ശാശ്വത കടുകഭാഷിണ്യ സ്ഥിരമായി അവരെന്ത് ചെയ്യും? കടുത്ത ഭാഷയിലാണ് സംസാരിക്കുക. എന്താണെങ്കിലും കടുത്ത ഭാഷ സംസാരിക്കും. ഒരു കൃത്യമായിട്ട് ഒരു ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ അന്ന് ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട്. പെണ്ണുങ്ങൾ മോശം പറയല്ല കേട്ടോ, എങ്ങനെയാണ്? അങ്ങനെ എന്ത് പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്? അത് കാലത്തിന്റെ കുഴപ്പമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ ശിഷ്യാണ്, എന്റെ വിദ്യാർത്ഥിനിയാണ്. എന്റെ വിദ്യാർത്ഥിനെ ഞാൻ പിന്നെ കല്യാണം കഴിച്ചത്. നാലും എന്താണ് എന്നൊക്കെ ഉസ്താദ് വലിയ മാനായിട്ട് നടക്കുന്നത്. ഇപ്പൊ കടുക്ക ഭാഷണ്യ കടുകടുത്ത് വർത്താനാ പറയാ. ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അത് എന്റെ കുഴപ്പമില്ല, അത് കാലത്തിന്റെ കുഴപ്പം, അത് ഭാഗവതത്തിലുണ്ട്. കേട്ടില്ല നിങ്ങൾ പറയുന്നത്? സ്ത്രീകൾ കടുത്ത ഭാഷയിൽ വരെ സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യങ്ങൾ പ്രിയപ്പെട്ട റഹ്മത്തുള്ള കാസിമി പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അത് സത്യമാണോ എന്ന് തോന്നിപ്പോകുന്നല്ലേ. ഇന്നത്തെ കാലം അങ്ങനെയാണ്. സ്ത്രീകൾ എങ്ങനെ നടക്കുന്നത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമല്ലേ. എന്നിരുന്നാലും നമ്മുടെ റഹ്മത്തുള്ള കാസിമിൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാൻ സാധിച്ചു ഈ അടുത്തായിട്ട്. അതിലേറ്റവും മനോഹരമായതാണ് ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ.